നമ്മളുടെ കേരളത്തിൽ ഇനിയും വരേണ്ടതായിട്ടുള്ള ഒരു ചെറുകിട ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബിസിനസ് ഇല്ല എന്നല്ല, റെയർ ആണ്. പക്ഷെ ഇതിന് വലിയ പൊട്ടൻഷ്യലാണ് ഉള്ളത്. ഓരോ ടൗണിലും 5ഉം 10ഉം ഷോപ്പുകൾ ഇട്ടാൽ പോലും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, യാതൊരുവിധ മായങ്ങളും ചേർക്കാത്ത പ്രോഡക്റ്റ് ആണ്. ഡയറക്റ്റ് ഉണ്ടാക്കി ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നൈപുണ്യം ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. പക്ഷെ അതിനെ ഒന്ന് വിപുലീകരിക്കുന്നു എന്ന് മാത്രം. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ വീഡിയോയും അങ്ങനെ തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ കമന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അവിടെ പ്രത്യേകം ഒരു കാര്യം പറയുകയാണ്, കമന്റ് ബോക്സിൽ ഇടുന്ന കമന്റിന് ഒരു ഉത്തരം ലഭിക്കും. എന്നാൽ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും. ഒരു ചാറ്റ് പോലെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൂടാതെ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ബിസിനസ് ഐഡിയാസ് മലയാളം. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഫോളോ ചെയ്ത് പോസ്റ്റുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിലും അവിടെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. ആ ഇട്ട പോസ്റ്റ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് മാത്രം. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റാർസ് ഉണ്ട്. ഞങ്ങളെ സഹായിക്കാൻ സ്റ്റാർസിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനും പറ്റും. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് ലസ്സി. ലസ്സി കുടിക്കാത്ത ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോപ്പറായിട്ട് ലസ്സി ഉണ്ടാക്കാൻ കേരളീയർക്ക് അറിയില്ല എന്നുള്ള കാര്യം ഇന്നും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ പ്രോപ്പറായിട്ട് എങ്ങനെ ലസ്സി ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ 1 ലിറ്റർ പാലിന്റെ കാര്യമേ പറയുന്നുള്ളൂ. 1 ലിറ്റർ പാലെടുക്കുക, നന്നായിട്ട് തിളപ്പിക്കുക, മാക്സിമം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് ആറാൻ വെക്കുക. ആറിക്കഴിയുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉറ ഒഴിക്കുക. കേരളത്തിൽ എല്ലായിടത്തും ഉറ എന്ന് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഓൾറെഡി തൈരായിരിക്കുന്ന ആ സംഭവം ഒഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഏകദേശം ഒരു 5% ആണ് വേണ്ടത്. അതായത് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 5% ഒഴിച്ച് നന്നായിട്ട് കൈവച്ചല്ല, നന്നായിട്ട് ഒരു തവി വെച്ച് ഇളക്കി വെക്കുക. അത് തൈരാകാനായിട്ട് മാറ്റി വെക്കുക. ഇതിനൊരു 12-14 മണിക്കൂർ വേണം സാധാരണ അറ്റ്മോസ്ഫിയറിൽ തൈരാകാനായിട്ട്. തൈരായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇളക്കുക. പണ്ടൊക്കെ മത്തുണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇളക്കാനായിട്ട്, ഇപ്പോൾ അത് ഇല്ല. പക്ഷേ ഇലക്ട്രിക് മത്തുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇളക്കേണ്ടത് ആ രീതിയിൽ നന്നായിട്ട് ഇളക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഒരു ബീറ്റർ മേടിച്ച് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഏറ്റവും സൂപ്പറായിട്ട് അത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ശുദ്ധമായ പച്ചവെള്ളം വേണം. മിനറൽ വാട്ടർ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കുപ്പിവെള്ളം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഓരോ പഞ്ചായത്തിലും 1 രൂപ റേറ്റിൽ ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ട്. ആ വെള്ളം മേടിച്ചാലും മതി. ഇവിടെ 1 ലിറ്റർ പാലിന് 200 ml വെള്ളം ചേർക്കണം. അപ്പം നമ്മളുടെ ടോട്ടൽ ക്വാണ്ടിറ്റി 200 ആയി. ഈ സംഭവമാണ് ലസ്സി ആയിട്ട് എടുക്കുന്നത്. ഇനി അതിനുശേഷം ഈ എടുത്ത ലസ്സിയിൽ, അതായത് വെള്ളം ചേർത്ത് വെച്ച പ്രോഡക്റ്റിൽ നമുക്ക് പഞ്ചസാര ചേർക്കണം. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പൊടിച്ച്, അതായത് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 12% പഞ്ചസാര ചേർക്കേണ്ടത്. ഒരു 125 ഗ്രാം പഞ്ചസാര ചേർക്കുക. അല്പം കൂടെ മധുരം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ എടുത്തു വെച്ച സാധനം, അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനം, അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് അടിപ്പിക്കുക. അതായത് നല്ല പത വരണം. പത വരുന്ന അത്രയും ഇത് അടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കൂൾ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ അടിച്ച സാധനം അതേപടി എടുത്ത് കൊടുക്കരുത്. കാരണം അടിക്കുമ്പോൾ മിക്സി ചൂടാകുന്നതുകൊണ്ട് ഇതിന് ചെറിയ ചൂട് അനുഭവപ്പെടാം. ഓൾറെഡി തണുത്ത സാധനം, തണുത്ത ലസ്സി ആയിരിക്കണം. അത് നമുക്ക് അടിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇവിടെ വരെ പ്രോപ്പർ നാച്ചുറൽ ലസ്സിയായി. ഇനി ആർക്കെങ്കിലും നിറം ചേർക്കണമെങ്കിൽ, ഫ്ലേവർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ആകാം. നിറത്തിന് നമുക്ക് ഫുഡ് കളർ വരുന്നുണ്ട്, വളരെ ലേശം. അതായത് ഇതിനകത്ത് ഒരു നുള്ളു പോലും ചേർക്കരുത്. നമുക്ക് കളർ ചേർക്കാം. ഇനി ഫ്ലേവർ ഏതെങ്കിലും, സ്ട്രോബെറി വേണം, ഗുവാവ വേണം, മാംഗോ വേണം, അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ ചേർക്കണമെങ്കിൽ അതും വാങ്ങി വെച്ചാൽ അതിനകത്ത് ചേർക്കാൻ പറ്റും. ഇവിടെ ഇനി ബിസിനസ്സിലേക്ക് വരാം. ഇങ്ങനെ ഒരു സ്റ്റാള് നമുക്ക് കേരളത്തിൽ കാണാൻ കിട്ടില്ല. ഓൾറെഡി ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അവിടെയൊക്കെ ലസ്സി കിട്ടുന്നുണ്ടാവാം. പക്ഷേ പ്രോപ്പർ ലസ്സിക്ക് വേണ്ടി സ്റ്റാളുകൾ ഉണ്ടാക്കി വിജയിപ്പിക്കാൻ പറ്റും. കാരണം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ഒരു മായവും കലർത്താത്ത പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് നാച്ചുറൽ ലസ്സി സ്റ്റോർ എന്ന് പറഞ്ഞ് ഓരോ ടൗണിലും 5ഉം 10ഉം കടകൾ തുടങ്ങി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇതിന്റെ വരുമാനം എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലസ്സി കുടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്താണ് കുടിച്ചിരിക്കുന്നത്, എന്താണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു വിധത്തിലുള്ള മായവും കലർത്താതെ ക്വാളിറ്റി അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുത്തുകൊണ്ട് റേറ്റിൽ അല്പം താത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലസ്സി ബിസിനസ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് വേണം. ആ ഔട്ട്ലെറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കൂടാതെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഈ പ്രവൃത്തിക്ക് പോകരുത്. അതും കൂടാതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അവിടെ നിന്ന് കിട്ടുന്ന സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡുകൾ എല്ലാം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് ചെയ്യുന്ന ആള്, ലസ്സി എടുത്തു കൊടുക്കുന്ന ആള് പ്രോപ്പറായിട്ട് കയ്യുറ ധരിച്ചിരിക്കണം, ഹെയർ മാസ്ക് ധരിച്ചിരിക്കണം. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഹൈജീനിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% വിജയിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.